മെഹന്തി ഡേ ആണ്. പേര് കേൾക്കുമ്പോൾ വലിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഒരു പരിപാടി ഇല്ല. കല്യാണം ഉണ്ടെങ്കിൽ ഹൽദിയും മെഹന്തിയും സംഗീതവും ഈ വക പരിപാടി ഒന്നും വേണ്ടെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു കല്യാണം, അത് കഴിഞ്ഞൊരു ചെറിയൊരു റിസപ്ഷനും മാത്രമാണ് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. റിസപ്ഷനിൽ ഇടാനുള്ള ഡ്രസ്സ് ശരീരം പോയി രാവിലെ ട്രയൽ ചെയ്യുമ്പോഴാണ് മെഹന്തി ഇടാനുള്ള ആള് വീടെത്തിയതിനു മുന്നേ കോള് വന്നിട്ടുണ്ടായിരുന്നത്. മെഹന്തി ഇടാനുള്ള ആള് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഹെന്ന ബൈ ഫനൂസിന്റെ പേജ് കണ്ടത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് അടിപൊളിയായിട്ട് മെഹന്തി ഇടുന്ന ആളാണ് ഫനൂസിൻ. നമ്മുടെ കൂടെ കുറെ കഥകളൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഡിസൈനും ആളുടെ മനസ്സിലുണ്ടായിരുന്ന ഡിസൈനും കൂടെ കമ്പൈൻ ചെയ്ത് അടിപൊളി ഒരു ഡിസൈനാണ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാത്രമല്ല എന്റെ സിസ്റ്റേഴ്സിനും അടിപൊളിയായിട്ടാണ് മെഹന്തി ഇട്ട് കൊടുത്തത്. എല്ലാരും മെഹന്തി ഇടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ആള് മെഹന്തി ഇടുന്നത്. കണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇതിനിടയിൽ വിശക്കുന്നുണ്ട്, ഫുഡ് അഖില് തരുന്നുണ്ടായിരുന്നു. വീഡിയോ കോൾ വിളിച്ച് ആർഷക്കുട്ടന്റെ അപ്രൂവൽ കൊണ്ട് കിട്ടിയപ്പോഴത്തേക്കും സംഗതി കളറായി. അതിനുശേഷം റിസപ്ഷന് ഡാൻസ് പ്രാക്ടീസും ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഷാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് അടിപൊളിയായിട്ട് മെഹന്തി ഇടണമെങ്കിൽ ഫനൂസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ പേജിൽ ഇത് കഴിഞ്ഞ് നാളെ രാവിലെ 5 മണിക്കാണ് എനിക്ക് ഗുരുവായൂരിലേക്ക് പോകേണ്ട ട്രെയിൻ ഉള്ളത്. അപ്പൊ നാളത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഷോർട്ട് ഗേൾ.